ഈ ധന്യമായ യോഗത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷനും കേരളം ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ DB ബിനു. നിരവധി പത്രങ്ങളിൽ നാം ദിവസേന അദ്ദേഹത്തിൻ്റെ വിധികൾ വായിച്ച് മനസ്സിലാക്കാറുണ്ട്. സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും എവിടെയാണ് ന്യായം ലഭിക്കേണ്ടത് അത് കണ്ടെത്തുവാനും തെറ്റുകൾ തിരുത്തുവാനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് തർക്ക പരിഹാരങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനെ ഒരു ഗാന്ധിയൻ തത്വസംഗതിയിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആ വീതികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബഹുമാന്യനായ ആളാണ് ഇന്ന് ഈ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത്. അതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. എനിക്ക് വളരെ സന്തോഷം. പ്രിയപ്പെട്ട അനിൽ അച്ഛനോട് ഒരുപാട് കടപ്പാടുണ്ട്. ചവറ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛനിരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകളെ ഇവിടെ ക്ഷണിക്കുകയും സംസാരിക്കുവാനുള്ള അവസരം നൽകുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ഒരഹങ്കാരം തന്നെയാണ്. തീർച്ചയായും അച്ഛനോടുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ടീമബ്ര അടക്കമുള്ള പ്രമുഖരായ വ്യക്തികൾ സദസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഗാന്ധിജിയെ എന്നേക്കാൾ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളോടാണ് ഞാൻ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ എൻ്റേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മഹാത്മാവിനെ ഓർക്കുവാനും ഓർമ്മിക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഗാന്ധി എന്ന് പറയുന്നതൊരു വികാരമാണ്. ഗാന്ധി എന്ന് പറയുന്നൊരു സത്യമാണ്. ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യമാണ്. ഗാന്ധി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി. ഒക്ടോബർ 2 അഹിംസാ ദിനമായി ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധിയെക്കുറിച്ച് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സെമിനാറുകളും നടത്തപ്പെടുന്നു എന്നുള്ളതും മഹാത്മാഗാന്ധി പല സർവകലാശാലകളിലും ഫോറിൻ സർവകലാശാലകളിൽ പാഠ്യവിഷയമാണ് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവിനെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ആ ഗാന്ധിജിയെ നമ്മളുടെ ഭാരതത്തിൽ മറന്നു പോകുന്നുണ്ടോ ചിലർ എന്നെങ്കിലും ആനുകാലികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ പക്ഷം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഗാന്ധിയൻ പ്രതിമകൾ തകർക്കപ്പെടുന്നു, ഗാന്ധിയൻ ആദർശങ്ങളെ തമസ്കരിക്കപ്പെടുന്നു. ഗാന്ധിജിയെ അറിയുന്നത് പോലും മറ്റു ചില സിനിമകളിലൂടെ മാത്രം ഒക്കെയാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് വളരെയധികം ദുഃഖവും പ്രയാസവും തോന്നുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ചെറുപ്രായത്തിൽ മുതൽ ക്ലാസ്സുകളിൽ ഒക്കെ പഠിക്കുമ്പോൾ മഹാത്മാവിനെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് വരും. എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന അവരുടെ നാവിലുണ്ടാകുന്ന ഒരു ശക്തിയും ഒരു കാഴ്ചപ്പാടുമൊക്കെ ഇന്നും ഗാന്ധിയിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് പറയുവാനുള്ളത്. കാരണം ഗാന്ധി മരിച്ചിട്ടില്ല, ഗാന്ധി മരിക്കാൻ പാടില്ല. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാം. ആ ഭൗതിക ശരീരം നമ്മളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഒരു ആത്മാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എവിടെയോ ആ ഊർജം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ അത് ഒരു സ്രോതസ്സായി നിലകൊള്ളുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു സാമ്പത്തിക വിഷയം പറയുമ്പോൾ, സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോൾ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ കുറച്ച് കാലമായിട്ട് കൊണ്ടുവരുമ്പോഴും ഞാൻ അതിനെ സ്വീകരിക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. കാരണം നൂല് നൂൽക്കാനും സ്വന്തം കാലിൽ നിൽക്കുവാനും വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ കണ്ടെത്തുവാനും ഉള്ള നിരന്തരമായ ഒരു ശ്രമത്തിൻ്റെ ആർജവത്തോടു കൂടിയുള്ള ഒരു തീരുമാനവും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹസികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തയാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ് എന്ന് അദ്ദേഹം പറയും. ആ ഒറ്റ വാക്കിൽ തന്നെ എൻ്റെ മതം
സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ സത്യമാണ് എൻ്റെ ദൈവം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുവെങ്കിൽ എത്ര ശക്തമാണെന്നാൽ, സത്യമാണ് എൻ്റെ ദൈവം, അതിനെ സാക്ഷാത്കരിക്കുവാനുള്ള മാർഗത്തെ അഹിംസ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സത്യം കണ്ടെത്തുവാനുള്ള അല്ലെങ്കിൽ ആ ലക്ഷ്യം സ്വായത്തമാക്കുവാനുള്ള, സാക്ഷാത്കരിക്കുവാനുള്ള ഒരു മാർഗമാണ് അഹിംസ എന്ന് പറയുമ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇത്രയും അർത്ഥവത്തായ ഗാന്ധിയുടെ ആ വചനങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സത്യമാണ് എൻ്റെ മതം. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആത്മാക്കളിൽ ടാഗോർ മഹാത്മാവ് എന്ന് വിളിക്കുമ്പോഴും ശരിയായ അർത്ഥത്തിൽ ഒരു മഹാത്മാവ് തന്നെയാണ് അദ്ദേഹം. വെറും ഒരു പേരിന് വിളിച്ചതല്ല. ആത്മാവിൻ്റെ ആവിഷ്കാരവും ആത്മാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളും അതിനപ്പുറത്തേക്ക് പ്രവൃത്തിയെയും അതുപോലെ തന്നെ വാക്കിനെയും സമന്വയിപ്പിക്കുന്ന ഒരു ജീവിത ദിനചര്യയും അദ്ദേഹം സായത്തമാക്കുമ്പോഴാണ് അദ്ദേഹം മഹാത്മാവാകുന്നത്. വാക്കിനെയും പ്രവൃത്തിയെയും 100% സമന്വയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാവ്യക്തിത്വം, ഒരു അത്ഭുതമായിരുന്നു മഹാത്മാഗാന്ധി എന്ന് നമുക്ക് പറയേണ്ടി വരും. എത്ര പേർക്ക് പറയുന്ന വാക്കിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യം ഇന്ന് പ്രസക്തമായി നിൽക്കുക. അത് രാഷ്ട്രീയ മേഖലയാണെങ്കിലും സാമൂഹ്യ മേഖലയാണെങ്കിലും സാംസ്കാരിക മേഖലയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് ഗാന്ധിജിയുടെ ഒരു ചിന്തയിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, തുറന്ന പുസ്തകമാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. ആ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെയാണത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത്. ഒരു സംഭവം, ഒരിക്കൽ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഫോറിനിൽ നിന്നൊരു ലേഡി വന്നു. അവർ വന്ന് ഗാന്ധിജിയോട് സേവനം ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ചെയ്യാമെന്ന് പറയുകയും മഹാത്മാഗാന്ധി ആ വനിതയോട് പറഞ്ഞു, സഹോദരി, സുഖമില്ലാത്ത ഒരാളുണ്ട്, മുറിവുകളുണ്ട് ദേഹത്ത്, അദ്ദേഹത്തെ പരിചരിക്കണം, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്താൽ നന്നായിരുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ പ്രിയപ്പെട്ട സഹോദരിയെ ഏറ്റെടുക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് തന്നെ ഒപ്പം ബുദ്ധിമുട്ട്, ഈ പരിചരണത്തിൽ ഈ ഒരു മുറിവ് വെച്ച് കെട്ടുക, ഇത് ചെയ്യുക, ഇതൊക്കെ വല്ലാത്തൊരു ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് തോന്നുമ്പോൾ മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ഗാന്ധിജിയോട് പറഞ്ഞ വാക്കിതാണ്, എനിക്ക് മറ്റൊരു ജോലി തന്നാൽ അത് കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു, അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു. തരാമല്ലോ എന്ന് പറഞ്ഞു. അവിടുത്തെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി ഗാർഡനിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ബഹുമാനപ്പെട്ട വനിതയെ ഏൽപ്പിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മഹതിക്ക് തോന്നി, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആരാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നൊന്ന് അന്വേഷിക്കാം എന്ന് കരുതി. അവരവിടെ ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധി ഇയാളിൻ്റെ മുറിവുകൾ കെട്ടി അദ്ദേഹത്തിന് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ പറഞ്ഞു, കാലിൽ പിടിച്ച് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ അങ്ങ് ഇത് ചെയ്യുമെന്ന് കരുതിയില്ല. അവിടെയാണ് ഗാന്ധിയുടെ പ്രസക്തി എന്ന് ഞാൻ പറയും. ഇല്ലാത്ത ആളുകളുടെ ഒപ്പം നിൽക്കുവാനും ഉള്ളവരോടൊപ്പം നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുവാനും ഗാന്ധി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ചരിത്രപരമായിട്ട് എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒന്ന് എന്താ പറയുന്നത്, എല്ലാവർക്കുമുള്ള അതിനുള്ള ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് എന്ന് പറയാൻ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആരുടെയും അത്യാഗ്രഹം തീർക്കുവാനില്ല. ആവശ്യത്തിനുള്ളതുണ്ട്, അത്യാഗ്രഹം തീർക്കുവാനുള്ളതില്ല. ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകൃതിയെ നമ്മൾ ഒരു പരിധിക്കപ്പുറം ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും അവിടെയും മഹാത്മാവിൻ്റെ വചനങ്ങൾ പ്രസക്തമായി നിൽക്കുകയാണ്. ഏത് മേഖല എടുത്ത് നോക്കിയാലും ഗാന്ധിജിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗാന്ധിയൻ എക്കണോമിക്സ് ഉണ്ട്, ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രം. ഇവിടെയും ആ സാമ്പത്തിക ശാസ്ത്രം വന്നിട്ടുണ്ട്. അതുപോലെ സ്വയം പര്യാപ്തത നൂല് നൂൽക്കുവാനും അവിടെയും സാമ്പത്തിക ശാസ്ത്രം വന്നിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കുടിലുകളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എങ്കിൽ അതിന് നേതൃത്വം നൽകി നൂൽ നൂൽക്കുവാനും, അതല്ല എങ്കിൽ ബഹിഷ്കരിച്ചുകൊണ്ട് പാശ്ചാത്യ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കുവാനും നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഗാന്ധിജി ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഗാന്ധി മറ്റുള്ളവർ ചെയ്യാനല്ല പറഞ്ഞു. അവിടെയാണ് ഗാന്ധി ഏറ്റവും പ്രസക്തനാകുന്നത് എന്നുള്ളത്.
നമ്മളൊക്കെ പല കാര്യങ്ങൾ ആഹ്വാനം ചെയ്യും, അതിനപ്പുറം നമ്മൾ സ്വയം അത് ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാകുമ്പോൾ അർത്ഥനഗ്നനായ ബക്കീറായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അപഹസിച്ചു. കൺട്രി ഫെലോ എന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കെന്ന് പൂർണ്ണമായി വസ്ത്രം ധരിക്കുവാനുള്ള ഒരു അവകാശവും അതിനുള്ളൊരു അവസരവും ലഭിക്കുന്നു, അന്ന് ഞാൻ എൻ്റെ പഴയ കോട്ടും ഗൗണും ഇട്ട് നിങ്ങളുടെ മുൻപിൽ വരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധൈര്യമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇന്ത്യ മുഴുവൻ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാജ്യത്തിൻ്റെ വിഷയങ്ങളാണല്ലോ രാഷ്ട്രീയം. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, മാറുമറയ്ക്കാൻ വസ്ത്രമില്ലാത്തവർ, മാറ്റി നിർത്തപ്പെട്ടവർ, ജനിച്ചു പോയത് മറ്റൊരു ജാതിയിലായതുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാത്തവർ, കിണറ്റിൽ നിന്ന് വെള്ളം പോലും കോരി കുടിക്കാൻ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമുള്ള ഒരു കാലഘട്ടത്തിൽ ഐത്തോച്ചാരണം എന്ന് പറയുന്നത് ഗാന്ധിജി 10-31 പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് 25 ആണ് പ്രധാനമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ലേ അത്? അതിൽ തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരുന്നതും ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് കൂടിക്കാണുന്നതുമൊക്കെ എത്രയോ മഹത്തരമായ ഒരു അധ്യായമാണ് കേരള ചരിത്രത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം തൊട്ടടുത്ത മനയിൽ പോയി നിന്നിട്ട് അവിടുത്തെ തിരുമേനിയോട് പറയുകയാണ്, ഈ പാവപ്പെട്ടവർക്ക് കൂടി വഴി നടക്കുവാനും ക്ഷേത്രത്തിൽ കയറുവാനുമൊക്കെ ഉള്ള അവസരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി അവിടുത്തെ മനക്കിലെ തിരുമേനിയോട് സംസാരിക്കുന്ന രംഗമുണ്ട്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തിരുമേനിക്ക് തീണ്ടലേറ്റാലോ, കാരണം ഗാന്ധിജിയിൽ നിന്ന് തീണ്ടലേക്കുമെന്ന് കരുതിക്കൊണ്ട് ഗാന്ധിജിക്ക് മുറ്റത്താണ്, ആ മനയുടെ മുറ്റത്താണ് ഗാന്ധിജിക്ക് ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തത്. ആ ജനലിൽ തുറന്നിട്ടുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് തിരുമേനി സംസാരിക്കുന്നത്. തീണ്ടലേറ്റാൽ അവസാനം കൈ തൊഴുതുകൊണ്ട് ഗാന്ധി പറയുന്ന രംഗമുണ്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ അവസരം നിങ്ങൾ കൊടുക്കണം, നിഷേധിക്കരുത്. അത് പറയുവാൻ കേരളത്തിൽ വന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം അന്ന് ഇതിന് നേതൃത്വം നൽകിയ, വൈക്കം സത്യാഗ്രഹമായി നേതൃത്വം നൽകിയ എല്ലാ വ്യക്തികളോടൊപ്പം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അവിടെയും ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നതിൽ കേരള ചരിത്രത്തിൽ നിർണായകമായൊരു സ്ഥാനം വഹിക്കുന്നതിൽ മഹാത്മാവിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആലുവയിൽ നമുക്കറിയാം, അതെല്ലാം ആലുവ യൂസി കോടതി, അതിപ്പോൾ കോഴിക്കോട് സമ്മേളനം, ഞാൻ ഇതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഗാന്ധിജിയുടെ വ്യത്യസ്തമായ ചില മുഖങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതം ഒരു പരീക്ഷണശാലയാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. നിരന്തരം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ പരീക്ഷണശാലയിൽ മാനവികതയും മനുഷ്യത്വവും നഷ്ടപ്പെടാൻ പാടില്ല എന്നും ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മാനവികതയുടെ തലത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ വേണം ആ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എന്നാണോ ഏറ്റവും പാവപ്പെട്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, ആ അവസരത്തിൽ മാത്രമേ നമ്മളുടെ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇതിലേറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള 1942 ക്വിറ്റ് ഇന്ത്യ ആ മൂവ്മെന്റ് നടക്കുന്ന അവസരത്തിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള വലിയൊരു ആയുധമാണ് അന്ന് ഹിന്ദുക്കളുടെയും മുസ്ലിം സഹോദരന്മാരുടെയും ഇടയിലേക്ക് ഇറക്കിവിട്ടത്. അത് ഞെട്ടിക്കുന്ന ഒരു വിഷയമായി മാറി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരവസരം പോലും വരുന്ന സാഹചര്യത്തിലേക്ക് ആ കാലഘട്ടം നീങ്ങിയായിരുന്നു. ബ്രിട്ടീഷുകാരുടേത് ഒരു പരിധിവരെ വിജയിക്കുന്ന ഒരു സാഹചര്യം അന്ന് നമ്മുടെ ബോംബെയിലെ ഗവാലിയ ഘാട്ട് മൈതാനത്ത് നടത്തുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം പ്രധാനമായിട്ട് ചെയ്തത് ഗാന്ധിയേക്കാൾ ഉപരി അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, UGC പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന ബഹുമാനായ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്, ഗാന്ധിജി എല്ലാവരും ഇരിക്കുകയോ. ഇപ്പോൾ നമ്മൾ 100 വർഷം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിൻ്റെ 100 വർഷം തികയുന്ന ആഘോഷങ്ങൾ ഇന്ത്യ മുഴുവൻ നടക്കുക, കേരളത്തിലും നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യാന്തര മൈതാനത്തിൽ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ വിവിധ പ്രോഗ്രാമുകളാണ്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ചർച്ചയ്ക്ക് വരുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകരും
അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കേണ്ട തുഷാർ ഗാന്ധി ഉൾപ്പെടെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഗാന്ധി മരിച്ചിട്ടില്ല, ഗാന്ധിയെ ഒരാൾക്ക് കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം. ഇതിൽ ഞാനൊന്ന് പറഞ്ഞു നിർത്താം. ഈ പറഞ്ഞു വന്ന ആ മൈതാനിയിലുള്ള പ്രസംഗം, അന്ന് അവിടെ നിന്നുകൊണ്ട് അബ്ദുൽ കലാം ആസാദ്, ഗാന്ധി വളരെ ബുദ്ധിപൂർവ്വമാണ് അബ്ദുൽ കലാം ആസാദിനോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. അവിടെ ആലോചിക്കണം, ഗാന്ധിജി പറയുന്നതിനപ്പുറം അവിടെ ഒരു വോയിസ് അബ്ദുൽ കലാമിനുണ്ട് എന്ന് മനസ്സിലാക്കി ഗാന്ധിജി അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ പറയാം. അദ്ദേഹം ഏറ്റവും സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കൈ തൊഴുത് പിടിച്ചുകൊണ്ട് പറയുന്ന രംഗമുണ്ട്. പരമകാരുണ്യകനായ അല്ലാഹു എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ അതോ ഹിന്ദു മുസ്ലിം മൈത്രി വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം മൈത്രി മതി എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പ്രസംഗമാണ്. ആ പരസ്പരം തമ്മിൽ അടിക്കാൻ വേണ്ടി കത്തി കടാരകളും കുറുവടികളുമായി വന്ന ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് ഇത് താഴെ വീഴുകയാണ്. ഈ പ്രസംഗത്തിന് ശേഷം കെട്ടിപ്പിടിച്ച് ആശ്രയിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ അവർ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ആ സമരം അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആലോചിക്കണം, എത്രയോ ആളുകളുടെ ത്യാഗപൂർണമായ വളരെ ചിന്തിച്ചെടുത്ത തീരുമാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെയാണ് ഒരു സമരത്തിനെ നയിച്ചത് എന്നും അത് ഗാന്ധിജിയുടെ ബുദ്ധിയിൽ വന്നതായിരുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ ഗാന്ധിജി എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിജി എല്ലാ രീതിയിലും ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയാം, ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയാം, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയാം. അങ്ങനെ സാമ്പത്തിക ഏതെടുത്ത് നോക്കിയാലും ഒരു പ്രകൃതി സ്നേഹിയായിട്ട് ഗാന്ധിയെക്കുറിച്ച് പറയാം. എവിടെയാണ് ഗാന്ധിജി ഇല്ലാത്തത് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഏത് മേഖലയിലും മനുഷ്യൻ എവിടെയൊക്കെ വിഹരിക്കുന്നുണ്ടോ ആ മേഖലകളെല്ലാം ഗാന്ധിയുണ്ട്. ഗാന്ധിയുടെ ആദർശം അതെല്ലാം സത്യത്തിലൂന്നിയതാണ്. എൻ്റെ മതം സത്യമാണ് എന്ന് പറയുവാൻ കഴിയുക. യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒരു പരിധിവരെ ഗാന്ധി ഒരു ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനുമായിരുന്നു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ഈ സർവമത പ്രാർത്ഥനയിൽ അദ്ദേഹം ബൈബിൾ വായിക്കാത്ത ദിവസമില്ല, ഖുറാൻ വായിക്കാത്ത ദിവസമില്ല, ഭഗവത്ഗീത വായിക്കാത്ത ദിവസമില്ല. അതിൽ നിന്നെല്ലാം അദ്ദേഹം എല്ലാം സാംശീകരിച്ചെടുക്കുന്ന ഒരു മഹാപുരുഷൻ. അപ്പം ദൈവം എന്ന് പറയുന്നത് മതങ്ങൾക്കപ്പുറമുള്ള, മതങ്ങളിലൊക്കെ വിശ്വാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറമുള്ള മറ്റെന്തോ ആണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുമ്പം അവിടെ ക്രിസ്ത്യൻ ഈ പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ എത്രയോ കാലം പങ്കെടുത്ത ഒറ്റ കാര്യത്തിൽ മാത്രം അദ്ദേഹം എതിർപ്പുണ്ടായിരുന്നു. ഞാൻ മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിരുന്നത് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി സൺ ഓഫ് ഗോഡ് എന്നതിനോട് മാത്രമേ അദ്ദേഹത്തിന് വിരോധം ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ വാക്കിനോട് മാത്രം. അതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും 100% അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനകീയം എടുത്തു നോക്കിക്കൊള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞ ആരോടും പരിഭവവും പരാതിയുമില്ല. തെറ്റ് ചെയ്തവനോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ആ മനസ്സ് ബൈബിളിൽ നിന്ന് കിട്ടിയതിൻ്റെ മറ്റൊരു വശമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഏത് രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് സംസാരിക്കുമ്പോഴും 2 പ്രാവശ്യം അദ്ദേഹം കാണുമ്പോഴും ഒക്കെ ഗുരുവിൽ നിന്ന് കിട്ടിയ പല ആശയങ്ങളും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ നിന്ന് നല്ലത് കിട്ടിയാലും സ്വീകരിക്കുന്ന ഒരു മനസ്സ്, അതൊരു വലിയ മനസ്സാണ്. ഈശ്വര അല്ലാ തേരി നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ആലോചിക്കണം, വർഷങ്ങൾക്കും 1948 മുമ്പ് അല്ലെ 48-ലുമൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ സർവമത പ്രാർത്ഥന, അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും അപ്പുറവും മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെതായ ഒരു രംഗം ഒരുക്കി തന്ന ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമെന്നെ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യുന്ന രൂപവും ഒരു പേരും അത് മഹാത്മാവിൻ്റെതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ജനങ്ങളെ മുഴുവൻ കണ്ടതിന് ശേഷമാണ്, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ശേഷമാണ് അദ്ദേഹം ഈ കോൺഗ്രസും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അർത്ഥനഗ്നനായ ഫക്കീറായി രംഗപ്രവേശനം ചെയ്തതും. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ എന്ന് അവർക്ക് അവകാശമുണ്ടാകുന്നു, സ്വാതന്ത്ര്യമുണ്ടാകുന്നു, അവസരമുണ്ടാകുന്നു, അന്ന് മാത്രമേ എനിക്ക് എൻ്റെ പഴയ കൂട്ടും ഗൗണും എടുത്തിടാൻ കഴിയുകയുള്ളൂ എന്ന്. ആർക്ക് വേണ്ടിയാണ് മഹാത്മാവ് ജീവിച്ചത്? എന്തെങ്കിലും സ്വന്തം ഒരു സൗകര്യത്തിന് വേണ്ടി. ഒരു വലിയ യോഗം നടക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വലിയ
17,000 ആളുകൾ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ എല്ലാ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് ഗാന്ധിജിക്ക് വേണ്ടി ഒരു ചെറിയ കുടിൽ അവിടെ ഉണ്ടാക്കി. 350 രൂപയായിരുന്നു അതിൻ്റെ ചെലവ്. ആ കുടിലുണ്ടാക്കി. ഗാന്ധിജി അതിനെ എതിർത്തു. 350 രൂപ ചെലവഴിക്കുന്നോ എനിക്ക് ഇരിക്കാൻ വേണ്ടി? ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ എത്രയോ ഇതാണ്, കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് പോലും പുതിയ തലമുറ സംശയിക്കുമെന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. അപ്പൊ ഗാന്ധിയെ നമുക്ക് എത്ര പറഞ്ഞാലും, ഇവിടെ എത്രയോ സംസാരിച്ചാലും ഗാന്ധിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല. ഈ ഒരു ഒത്തിരി ഗാന്ധിമാരുണ്ട്. അമേരിക്കൻ ഗാന്ധി എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഓരോ അതിർത്തി ഗാന്ധി, ഇങ്ങനെ ഗാന്ധി വന്നതിന് ശേഷം ഗാന്ധിയുടെ പേരിൽ ശ്രീലങ്കയിൽ പോലും അവിടുത്തെ ഒരാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എവിടെയാണോ ആവശ്യം വരുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെ രംഗത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെയൊക്കെ ഗുരു ഗാന്ധിയാണെന്ന് പറയേണ്ടി വരും. ഗാന്ധിസത്തിലൂടെ തന്നെയാണ് ലോകത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നല്ല നല്ല പ്രവർത്തനം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത് ഗാന്ധിയിൽ നിന്നാണ്. ഞാൻ ലണ്ടനിൽ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച ഞാൻ പറയാം. അവിടെ ചെന്നപ്പം കണ്ടത് ഈ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ വെച്ചിട്ട്, വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഉൾപ്പെടെയുള്ള പ്രതിമകൾ അവിടെയുണ്ട്. ഒക്ടോബർ 2 ആ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുകൾ പുഷ്പങ്ങൾ അർപ്പിച്ച് ഗാന്ധിയുടെ കാലത്തോട്ട് നമസ്കരിച്ചു പോകുന്നു. നമുക്ക് ഗാന്ധിയെ വേണ്ട, പക്ഷെ അവർക്ക് ഗാന്ധിയെ വേണം. ഇപ്പോൾ ഒരിക്കൽ ചെയ്തു പോയ, എൻ്റെ മനസ്സപ്പോഴതാ പറഞ്ഞ്, ഒരിക്കൽ ചെയ്തു പോയ തെറ്റിന്, അവരുടെ പൂർവികർ ചെയ്ത തെറ്റിന് ആ പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷമ ചോദിക്കുന്നതായിട്ടാണ് ഈ പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാത്തിനും മുൻപിൽ നിന്ന ഒരു മഹാത്മാവിനെ കൺട്രി ഫെലോ എന്ന് പുച്ഛിച്ചു തള്ളിയ ആളുകൾ അവസാനം എന്ത് ചെയ്തു? അദ്ദേഹം സംസാരിക്കാൻ വട്ടമേശ സമ്മേളനത്തിലൊക്കെ പിന്നീട് ചെല്ലുമ്പോൾ ഗാന്ധി വരുമ്പോൾ ഇവർ എഴുന്നേറ്റ് തൊഴുവായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന് ആയുധമെടുക്കാതെ അടരാടാൻ കഴിയുന്നത് എന്ന് ആ ഒരു പേഴ്സണാലിറ്റി എത്രമാത്രം പ്രൊജക്റ്റ് ചെയ്ത് അവരെ ഈ പറഞ്ഞ രീതിയിൽ അവനവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചിന്തിപ്പിക്കുവാൻ, പ്രേരണ നൽകുവാൻ കഴിയുന്ന ഒരു മഹാവ്യക്തിത്വമായി മാറിയത് എന്നത് വളരെ ഒരു അത്ഭുതമാണ്. പഠിക്കും തോറും നമുക്ക് ആ മനുഷ്യനെക്കുറിച്ച് പഠിക്കും തോറും നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊരു മനുഷ്യൻ നമ്മുടെ ചരിത്രം മുഴുവൻ എടുത്ത് നോക്കിയാൽ ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഐക്യോച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള ചർച്ചകൾ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണകൾ, ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 39ാമത്തെ സമ്മേളനം നടക്കുക 1924 കോൺഗ്രസ് പാർട്ടിയുടെ. അന്ന് ഈ പറഞ്ഞ രീതിയിൽ ഗാന്ധി AICCയുടെ പ്രസിഡന്റ് ആകുക. അതിൻ്റെ ആണ് ഇപ്പം 100 വർഷം തികയുന്ന ഈ പറഞ്ഞ 1924 100 വർഷം തികയുന്ന ആഘോഷങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ആഘോഷിച്ചുകൊണ്ടുവരുന്നത്. അപ്പം ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുന്ന അവസരത്തിൽ ഗാന്ധിയെ വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് ആ ഓരോ സംസ്ഥാനത്തും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്ന ആലോചിച്ച് നോക്കി, നമ്മുടെ ജനങ്ങൾ തന്നെ പല രീതിയിൽ വിഭിന്നമായി അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഗാന്ധിയൻ ചിന്തയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ മണിപ്പൂരൊക്കെ സംഭവിക്കുന്നത് എന്താ, നമുക്ക് സങ്കടം തോന്നുന്ന കാര്യമാണ്. നമ്മൾ പറയാതെ എങ്ങനെ ഇരിക്കും, നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളെ തമ്മിൽ, രണ്ട് വിഭാഗത്തെ തമ്മിൽ ചേർത്ത് നിർത്തേണ്ടിടത്ത് അബ്ദുൽ കലാം ആസാദിനോട് പ്രസംഗിക്കാൻ പറഞ്ഞ് പ്രസംഗിച്ച പോലെ നിർത്തേണ്ട ഗാന്ധിയൻ ചിന്തയിൽ നിന്നുകൊണ്ട് ഒന്നായി കാണാൻ കഴിയേണ്ട സാഹചര്യത്തിൽ രണ്ടായി രീതിയിൽ കാണുകയും അതല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായ പരിഹാരമില്ലാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഗാന്ധിയൻ ഊർജം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്നൊരു ചോദ്യം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നത്, നമുക്ക് സഹിക്കില്ല. നമ്മുടെ സഹോദരിമാരെയാണ് ഈ രീതിയിൽ നടു റോഡിലൂടെ അവഹേളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഞാനും വിജയനൊക്കെ ഇടപെടില്ലേ? എൻ്റെ സഹോദരി, എൻ്റെ മകളാണെങ്കിലോ ഇത്രമാത്രം മോശമായ രീതിയിൽ സ്ത്രീകളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുക, അവരെ ആ റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന ഓരോ രംഗങ്ങളും കുറേ കാലം നമ്മൾ കണ്ടതാ. വെട്ടിവെച്ച് കൊല്ലുക, കുഞ്ഞുങ്ങളടക്കമുള്ളവരെ. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറയുമ്പോൾ സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ട്. അത് അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നതുണ്ട്. അതെവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യനായ ഞാൻ ചിന്തിച്ചാൽ എന്നെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയം പറയുവാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ?
അത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും BJP ഭരിക്കുമ്പോഴാണെങ്കിലും ആര് ഭരിച്ചാലും ഇതിങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നമ്മൾ പാർട്ടി നോക്കിയല്ല. ഒരു മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ അനീതിക്കെതിരെ പോരാടാൻ കിട്ടുന്ന അവസരങ്ങൾ എത്രമാത്രം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രയോഗിക്കാൻ കഴിയാതെ മൗനികളായി മാറിയിരുന്ന് കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു രംഗം വരുമ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെ കടന്നുപോയി ചരിത്രമുള്ള ഇന്ത്യക്ക് ഇത് എത്രമാത്രം വേദനാജനകമാണ് നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം ഗാന്ധി എത്രയോ അല്ലെ ചൗരി ചൗര സംഭവമൊക്കെ നമുക്കറിയാം. ഇതൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നീലം കൃഷി ചെയ്യുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹ വിഷയങ്ങൾ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ, ഉപ്പു സത്യാഗ്രഹം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഗാന്ധി സ്വന്തമായിട്ട് ഒരു ഉടുവസ്ത്രം പോലും വാങ്ങി ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പൊളിറ്റിക്കൽ ലീഡറായ ഗാന്ധിയുടെ പ്രസക്തി എന്ന് ആലോചിക്കണം. സ്വന്തം നൂറ്റ് ചർക്കയിൽ നൂറ്റ് അതെടുത്ത് ഉടുത്തു കൊണ്ടുപോകുന്നു. ആർക്ക് വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചു? ഈ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള ഒരു മനസ്സ്, ഉറച്ച മനസ്സുമായി മുന്നോട്ട് നീങ്ങുന്ന ഗാന്ധിയെ ഇന്ന് പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കുട്ടികളെ ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്കൊക്കെ A+ കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ കുട്ടികളും 12th A+ കിട്ടിയ കുട്ടികളും ഉൾപ്പെടെ 300ഓളം കുട്ടികളുള്ളൊരു യോഗത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നതിനിടയിൽ ഞാൻ അനിലച്ചനോട് പറഞ്ഞു, ഞാൻ അറിയാതെ അവരോട് ചോദിച്ചു, KR നാരായൺ ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ 5 പേരെ കൈമുക്കി. കേരളത്തിൽ നിന്നൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നെന്നും ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ട് അദ്ദേഹം മുണ്ട് വരിഞ്ഞുടുത്തുകൊണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെ അത് നമ്മുടെ ഉഴവൂരുന്ന് സെൻറ് ജോൺസ് സ്കൂളിൽ വരെ, വടകര സെൻറ് ജോൺസ് സ്കൂളിൽ 16 കിലോമീറ്റർ നടന്നു പോയി 2 വർഷം 8-9 ക്ലാസ്സുകളിലും പഠിച്ച സ്കൂളിൻ്റെ 100ാമത് വാർഷികത്തിൽ പങ്കെടുക്കാൻ എനിക്കും ഈ ഇളവിന് ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ അന്നും ഓർക്കുന്നുണ്ട്. ചരിത്രമുള്ള മണ്ണില് A+ കിട്ടിയ കുട്ടികൾക്ക് 300 കുട്ടികളോട് ചോദിച്ചു 5 പേര് മാത്രമാണ് കൈവയ്ക്കുന്നത്. KR നാരായൺ എന്നൊരാൾ കേരളത്തിൽ രാഷ്ട്രപതി ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല. അപ്പം നമ്മുടെ പഠനം എവിടെ നിൽക്കുന്നു, ചരിത്രബോധം എവിടെ നിൽക്കുന്നു? ചില യൂട്യൂബ് ചിലരുടെ ഇതിനകത്ത് വാട്സപ്പിൽ കാണുന്നത് ഈ ഫോട്ടോ കാണിച്ചിട്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിക്കുന്നു. നമ്മൾ പലപ്പോഴും ഞാനും കണ്ടു. ആ കുട്ടികൾ അതിന് പറയുന്നത് ഇത് ഒരു പറയാൻ പറ്റുന്നില്ല, വേറെ പലരുടെ പേരൊക്കെയാണ് പറയുന്നത്. അവസാനം ഏതോ ഒരു കുട്ടി കുറേ പേരോട് ചോദിച്ചപ്പോൾ അത് ജവഹർലാൽ നെഹ്റു ആണോ എന്ന് ചോദിക്കും. അച്ഛനും കണ്ടു കാണോ? അത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മുടെ ചരിത്രബോധം ഇപ്പം തന്നെ നമ്മൾ പ്രായമായ ആളുകൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഏത് യോഗത്തിൽ ചെന്നാലും നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് ചോദിച്ചാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആരും ഉണ്ടാവില്ല. ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകളായിരിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ഒരു ഗാന്ധിയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ എത്ര പേർക്ക് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് ആ നോളജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തം. ഇതൊന്നും ഒരു വിഷയമല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിയെ എത്രമാത്രം നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ കഴിയുന്നോ അതുതന്നെയാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദക്ഷിണാഫ്രിക്കയിലെയും അതുപോലെ മറ്റ് സമ്മേളനങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞു പോകുന്നില്ല. അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ ബഹുമാനരായ ഒരുപാട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കൾ, ഒരു ലിസ്റ്റ് തന്നെ ഞാൻ എഴുതി വെച്ച ലിസ്റ്റ് തന്നെ ഒരു 10, 15, 20 പേരുടെയെങ്കിലും പ്രധാനപ്പെട്ടവരാണ് ഉച്ചരിക്കേണ്ടി വരും. അവരെക്കുറിച്ചൊക്കെ നമുക്കറിയാം, ഈ പറഞ്ഞ ആളുകളെക്കുറിച്ചെല്ലാം. അപ്പം അവിടെ ഒരു സംഭവം ഞാൻ കാണുന്നത് എത്രമാത്രം നമ്മൾ ഗാന്ധിയെ സ്നേഹിക്കുമ്പോഴും ഗുജറാത്തിൽ ഞാൻ പോയി കണ്ടു. ഗുജറാത്തിൽ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ 3280 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച 280 ഏക്കറിൽ നിർമ്മിച്ച ഒരു പ്രതിമ. മഹാത്മാഗാന്ധിയും ഗുജറാത്തിലാണ് ജനിച്ചത്, വല്ലഭായ് പട്ടേലും ഗുജറാത്തിലാണ്. രണ്ടുപേരുടെയും ജന്മം കൊണ്ട് പുണ്യമായ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ കൊച്ചു ഗാന്ധിയുടെ ഒരു പ്രതിമയും കൂടി അതിനോട് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ആരാധ്യനായ വല്ലഭായ് പട്ടേൽ, അദ്ദേഹം വളരെ നമ്മുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയുക. അതിനോടൊപ്പം ഒരു ഗാന്ധിയുടെ ചെറിയ പ്രതിമ കൂടി വെച്ചിരുന്നെങ്കിൽ എത്രയോ മനോഹാരിത അതിനുണ്ടാകുമെന്ന് ഞാൻ ആലോചിച്ചു പോയി. അല്ല, അവർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരോടാണ് ഈ വൈരാഗ്യം
എത്ര കാലമുണ്ട്? ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു ലൈഫ് ഈസ് ഉള്ളി എ ഗ്യാപ്പ് ബിൽഡിംഗ് റോസ് ഇൻ ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത്. ജനനവും മരണവും തമ്മിലുള്ള ഇടനാഴിയെ ബന്ധിപ്പിക്കുന്ന ഒരു സമയക്രമം മാത്രമാണ് ജീവിതം എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ, ആ തിരിച്ചറിവ് ഉണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഏത് സമയത്തും തീരുന്ന, അല്ലേ, ഏത് സമയത്തും അസ്തമിക്കാവുന്ന. ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലുണ്ടോ, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തിനാണ് ഇത്രമാത്രം വിരോധവും വൈരാഗ്യവും അത് രാഷ്ട്രപിതാവിനോട് കാണിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു പോകുന്നു എങ്കിൽ അത് എൻ്റെ തെറ്റാണ്, ക്ഷമിക്കുക. എൻ്റെ ചെറിയ ചിന്തയിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ഞാനവിടെ പോയി കണ്ടതുകൊണ്ടാണ് പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ ഈ സമരങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പാർട്ടി അന്ന് ഉണ്ടാക്കിയത് തന്നെ ജാതിമതങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാ ജനങ്ങളെയും ഒന്ന് ചേർക്കുന്ന, എല്ലാ വൈകാരികമായ ഭാഷകളെയും ഒന്ന് ചേർക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അന്നത് ഉണ്ടാക്കിയത്. അതിനുശേഷം ഡീവിയേറ്റ് ചെയ്ത് പോയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, ഞാനായിട്ട് പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ അവിടെയാണെങ്കിൽ ഇന്നും പ്രസക്തമായി നിൽക്കുന്ന ഗാന്ധിയൻ തത്വസംഹിതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ അതിലേക്ക് ദീർഘമായി ഒന്നും പോകുന്നില്ല. സത്യാഗ്രഹങ്ങൾ ഒരുപാട്, അതിനെക്കുറിച്ചൊന്നും ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നേക്കാൾ ഗാന്ധിയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളോട് ഞാൻ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് സ്കൂളിലെ കുട്ടികളോടാണ് എനിക്ക് പറയാം. 10ാം ക്ലാസ് അല്ലെ 12ാം ക്ലാസ് ഒക്കെ പഠിക്കും കുട്ടികളോട് എനിക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല. ബിനുവിനെ പോലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഗാന്ധിയെക്കുറിച്ച്, അച്ഛനെ പോലുള്ള ആളുകളൊക്കെ ഗാന്ധിയുടെ അതിനെ ഒരു പരിധിക്കപ്പുറം പറഞ്ഞു പോകുമ്പോൾ അത് തന്നെ എനിക്ക് തന്നെ ഒരു മോശമായിട്ട് തോന്നും. കാരണം എന്നേക്കാൾ അറിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഈ കാര്യത്തിൽ, യാതൊരു സംശയമില്ല. അത് ഞാൻ വളരെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ബ്രീഫാക്കി ചുരുക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാന്ധി പറഞ്ഞ ഒരു വാക്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ ശത്രുപക്ഷം എന്ന് പറയുന്ന എതിർപക്ഷം ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ചെയ്തിയെക്കുറിച്ച് തന്നെ അദ്ദേഹം അതൊന്ന് റിവ്യൂ ചെയ്തു. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും. ആദ്യം അവഗണിക്കും. അവഗണനയാണ് ഏറ്റവും വലുത്. ഇപ്പം ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വിജയൻ. വിജയന് എന്നെ കണ്ടിട്ട് ഞാൻ വിജയ എന്ന് പറഞ്ഞ് ചെല്ലുമ്പം മാറി വിജയൻ പോവുകയാണ്. അത് എന്നെ അവഗണിച്ച്, ഞാനെന്ന് പറയും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുന്ന വിജയൻ എന്നെ അവഗണിക്കുകയാണ് എങ്കിൽ എവിടെ എനിക്കെൻ്റെ മനസ്സെത്ര വേദനിക്കും. ഞാൻ സാങ്കല്പികമായിട്ട് പറയുന്നൊരു സംഭവം. അപ്പോൾ അവഗണിക്കും. ആദ്യം നമ്മൾ ഒന്നും അല്ല എന്ന് പറഞ്ഞ രീതി നമ്മൾ അവഗണിക്കും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പരിഹസിക്കും, നമ്മളെ കളിയാക്കാൻ തുടങ്ങും. അതും അതിജീവിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ പുച്ഛിക്കും. ഇതെല്ലാം ഗാന്ധി ഏറ്റുവാങ്ങിയതാണ്. പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും വേണ്ടി വന്നാൽ. എന്നിട്ടാവും നിങ്ങളുടെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ വിജയമുള്ളൂ. അപ്പം ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മാനസിക നില വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ എന്ന് ഗാന്ധി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ജീവിതം കൊണ്ട് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. യങ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് ഈ ഒരു സന്ദേശം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഗാന്ധി ഒരു സുഖിമാനായിരുന്നില്ലല്ലോ. ഗാന്ധി ഈ പറഞ്ഞ തൊട്ടടുത്ത ഫാസ്റ്റ് ഫുഡ് കടയിൽ പോയി സാധനം വാങ്ങിച്ച് കഴിച്ച ഗാന്ധി അല്ലല്ലോ. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഏറ്റവും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ഗാന്ധി ഉണ്ടായിരുന്നു എന്നെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പം ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അപ്പം ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ആർക്കാ പറ്റുക? ശക്തരുടെ ഒരു മനസ്സുണ്ടെങ്കിലേ അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ദുർബലനായ ക്ഷമിക്കാൻ പറ്റില്ല, ശക്തനാണെങ്കിലും ക്ഷമിക്കാൻ പറ്റും. എത്ര അർത്ഥവത്തായ വാക്ക് അത്! അതിങ്ങനെ അത് മാത്രം എടുത്തു വെച്ചിട്ട് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ സംസാരിക്കാൻ പറ്റും. ഈ ഗാന്ധി സൂക്തങ്ങൾ ഓരോന്നും എടുത്ത് സംസാരിച്ചാൽ ഓരോ ദിവസത്തെയും പ്രഭാഷണത്തിലുള്ള സംഭവങ്ങളുണ്ട് അതിനകത്ത്. അതുപോലെ ഓരോ വീടും വിദ്യാലയമാണ്, അതുപോലെ മാതാപിതാക്കൾ ഗുരുനാഥന്മാരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ വീടും വിദ്യാലയം. അപ്പം അതുമൊക്കെ ഒരു കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് സംസ്കാരം എവിടെ നിന്നുണ്ടാകണമെന്ന് ഗാന്ധി പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഓരോ വീടും വിദ്യാലയമായി മാറണം. അവിടുത്തെ ഗുരുക്കന്മാർ രക്ഷിതാക്കളാണ്, പേരൻസ് ആണ് എന്ന് പറയുന്നു.
അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നു. പിന്നീടാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിച്ച് അദ്ദേഹം ഓരോ വാക്കും, ഏതെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് എടുത്ത് കളയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നമുക്ക് അത് മാറ്റി നിർത്താൻ പറ്റില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും വേണ്ടതെന്ന് നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഒരു കുട്ടിയുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ചൈതന്യത്തെ നല്ലതായി അത് ആ രീതി രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എത്രമാത്രം വലുതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. ഒരു കുട്ടിയുടെ ചിന്തയിലും ആത്മാവിലും അവിടെയൊക്കെ അതിനെ നമ്മൾ എന്താ പറയുന്നത്, റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് വന്നതിനെക്കുറിച്ചും അതുപോലെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ ഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ആറ്റൻബറോയുടെ സിനിമ നിർമ്മിച്ചപ്പോൾ മാത്രമല്ല ഗാന്ധി ആയത് എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുക. ആറ്റൻബറോയുടെ സിനിമ നല്ലൊരു സിനിമയാണ്. അതിനകത്തൊരു രംഗം എന്നെ വളരെയധികം ടച്ച് ചെയ്തതാണ്. കാരണം ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഒരു പെൺകുഞ്ഞ്, 10-15 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് താഴത്തെ കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി മുകളിലത്തെ കുളിക്കടവിൽ കുളിച്ചിട്ടിരുമ്പോൾ മറയ്ക്കാൻ വസ്ത്രമില്ലാത്ത കുഞ്ഞിന് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ധോത്തി എടുത്ത് വെള്ളത്തിനകത്ത് ഒഴുകി ഈ കുട്ടിയിടയ്ക്ക് വരുമ്പോൾ അത് വാരിയെടുത്തിട്ട് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച മഹാത്മാവിനെ നോക്കി തൊഴുന്ന രംഗമുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഗാന്ധി സിനിമ നല്ലതായിരുന്നു. പക്ഷെ ഗാന്ധിയെ അറിയുന്നത് ഗാന്ധി സിനിമയിലൂടെ വന്നതിന് ശേഷമാണ് എന്ന് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തി പറയുമ്പോഴുള്ള ഒരു അപഹാസ്യത, അത് എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ കഴിയും? ഞാൻ ആരുടെ പേര് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. എന്തിനങ്ങനെയൊക്കെ പറയണം? അങ്ങനെയൊക്കെ ആണോ ഒരു രാജ്യത്തെ കൊണ്ടുപോകേണ്ടതെന്ന് ചിന്തിച്ചു പോകും. നാം ഒന്നായി കാണേണ്ടതിനെ രണ്ടായി കാണുകയും രണ്ടായതിനെ നാലാക്കുകയും ചെയ്യുന്നതല്ല പൊളിറ്റിക്സും അല്ലെങ്കിൽ അതുപോലുള്ള ചിന്തയും. ഒന്നായിട്ടുള്ളതിനെ ഒന്നായിക്ക് ഇങ്ങനെ നിലനിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥമായത്. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് ബിനു അച്ഛൻ നിർത്താം. കാരണം ഞാൻ എന്നും പറയുന്ന ഒന്നുണ്ട്, കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥയെ അന്ധത എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെവി കേൾക്കാതിരിക്കുന്ന അവസ്ഥയെ ബധിരത എന്ന് പറയുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ യഥാർത്ഥമായ അന്ധതയും ബധിരതയും എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് യഥാർത്ഥമായ അന്ധത. കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് യഥാർത്ഥമായ ബധിരത. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെ എത്ര അന്ധന്മാരും ബധിരന്മാരും ഉണ്ട് എന്ന് കണക്കെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരോട് ഇനിയും ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഒന്നേ ഉള്ളൂ, എന്നേക്കാൾ കൂടുതൽ അറിഞ്ഞ ഗാന്ധിയെ അറിഞ്ഞ നിങ്ങളുടെ മനസ്സിൽ ഗാന്ധിയുണ്ട്, എൻ്റെ മനസ്സിൽ ഗാന്ധിയുണ്ട്. എവിടെ ചെന്നാലും ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ബിനു അദ്ദേഹത്തിൻ്റെ ഓരോ വിധികളും എഴുതുമ്പോൾ ഗാന്ധി അദ്ദേഹത്തിന് വേണ്ടി നിൽപ്പുണ്ട്. ഗാന്ധിയുടെ സൂക്തം പറഞ്ഞ് അദ്ദേഹം തുടങ്ങിയത്, നമ്മൾ ടാക്സ് കൊടുക്കുന്നവരല്ലേ, കസ്റ്റമർ എന്ന് പറയുന്ന കസ്റ്റമറുടെ റോൾ എന്താണെന്ന് ഗാന്ധി പറഞ്ഞു. കസ്റ്റമറെയാണ് ബഹുമാനിക്കേണ്ടത്, അതിഥിയാണ് നമ്മൾ കസ്റ്റമേഴ്സ്. അവിടെയാണ് ആ ഒരു രംഗത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ പലതിനും ഓരോ വിധിന്യായങ്ങൾ വരുമ്പോൾ പലതും നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുക. അതിൽ ഒരു ഗാന്ധിയൻ മനസ്സ് ആണ് ബിനു പറഞ്ഞത്. ഇവിടെ എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇപ്പം തന്നെ ഹോട്ടലുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സത്യം ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടരുത്. ഒരു വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വന്ന ഭക്ഷണം പുറകിൽ കൊണ്ടുപോയി അത് മറ്റുള്ളവർക്ക് വിളമ്പാൻ വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് ഓർഡർ കൊടുത്തു, എനിക്ക് ഒരു അര പ്ലേറ്റ് കഴിച്ചു മതിയായി, ഞാനവിടെ വെച്ചു. അങ്ങനെ കിട്ടുന്ന ആ സാധനം പുറകിൽ കൊണ്ടുപോയി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അതേ ടൈപ്പ് സാധനങ്ങളുണ്ടെങ്കിൽ മോശമായതല്ല, എന്നാലും അത് എന്നിട്ട് മറ്റൊരാൾ വരുമ്പോൾ ചൂടാക്കി കൊടുക്കുന്ന ഒരു രീതി ഒരു വലിയ ഹോട്ടലിൽ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പേര് പറയുന്നില്ല. അത് ഒതുക്കി തീർത്തു, ആ കേസും ഒതുക്കി തീർത്തു. ഭക്ഷണം മോശമായത് കൊടുത്തിട്ട് ജീവഹാനി വരെ സംഭവിച്ച കേസുകളുണ്ട്, ഇല്ലേ? അതുണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെ മോശമായ ഭക്ഷണം കൊടുക്കുന്നു എന്നതിരിക്കുമ്പോഴും കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തിട്ട് പുതിയ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ എൻ്റെ ബിനു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങയുടെ മുന്നിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക.
ആയിരക്കണക്കിന് കേസുകൾ വരട്ടെ, ഒരു നല്ല വിധി കൊടുത്തു കഴിയുമ്പോൾ അതൊരു അടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അടിക്കണമെങ്കിൽ നമുക്കതിനുള്ള അധികാരം ഉള്ള ഒരാൾക്ക്, അങ്ങേപ്പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും. നീതിബോധത്തിൽ നിന്നുകൊണ്ട്, നീതിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് തുറക്കാനെങ്കിലും ഇത് ഗുണകരമായി മാറും. ആ പ്രവൃത്തി ചെയ്യാൻ മറ്റു പലരും മടിക്കും. അതാണ് ഇങ്ങനെയുള്ള നല്ല വിധികളുടെ ഏറ്റവും വലിയ ഗുണം. തീർച്ചയായും നമുക്ക് നല്ല ഒരു നാളെ സ്വപ്നം കാണുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങൾ, ഗാന്ധിയൻ മൂല്യങ്ങൾ, ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ എക്കണോമിക്സ് ഇതെല്ലാം പ്രധാനമാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത് എന്ന് ചോദിച്ചാൽ, എൻ്റെ പഠനത്തിൽ നിന്ന് എൻ്റെ കീഴിൽ റിസർച്ച് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള റിസർച്ച് സ്കോളർ, ഒരു മഹാനായ വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇന്നിപ്പോൾ കോളേജിലെ പ്രൊഫസറായിട്ട്, അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പം അതിൻ്റെ പഠനത്തിലെടുത്തിരുന്നത് കോസ്റ്റ് ഓവർ റണ്ണിനെ കുറിച്ചാണ്. കോസ്റ്റ് ഓവർ റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ്ങിൽ വരുന്ന അപാകത. ഗാന്ധിയുടെ പ്ലാനിങ് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഗാന്ധിയുടെ പ്ലാനിങ് തെറ്റിയിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തു പോവുകയാണ്. നമ്മളിപ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ 500 കോടിയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്നു. 5 വർഷം കൊണ്ട് തീർക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 500 കോടിയുടെ പ്രോജക്റ്റ് 5 വർഷത്തിന് പകരം 25 വർഷമായാലും തീരില്ല, 5000 കോടി ആയാലും തീരില്ല. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ടാക്സ് കൊടുക്കുന്നു. പല പദ്ധതികളും പകുതി വഴിക്ക് കൊണ്ട് നിട്ടിട്ട് തിരിഞ്ഞു പോവുകയാണ്. രാഷ്ട്രീയം മാറി മാറി വരും, ഭരണ സംവിധാനങ്ങൾ മാറി മാറി വരും, പകുതി വഴിക്ക് ഉപേക്ഷിക്കുക. ആ കോസ്റ്റ് ആരുടെയാണ്? നമ്മുടെയാണ്. നമ്മുടെ പണം ദുർവിനിയോഗം ചെയ്യുകയാണ്. ഇപ്പം തന്നെ ഈ ഇവിടെ നിന്നുള്ള എരുമേലിക്കുള്ള അങ്കമാലിയിലൊക്കെ മുകളിലൂടെ ആകാശപാത തീർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി അത് കൊണ്ടുപോകുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിക്കറിയില്ല, ചില തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പകുതി വഴിക്ക് ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ള. അവിടെ എല്ലാം കല്ലിട്ട് വെച്ചിട്ട്, അവിടെയുള്ള വീടുകൾ എല്ലാം അവിടെ സ്ഥലം അക്യൂർ ചെയ്തിട്ട് കല്ലിട്ട് വെച്ചിരിക്കുക. അവർക്ക് വിൽക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര കാലമായിട്ട് കിടക്കുന്നു. അത് പകുതി വഴിക്ക് ഉപേക്ഷിക്കാൻ പോകുന്നു. മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. ശരിയാണെങ്കിൽ വളരെ വേദനയുണ്ട്. അതല്ലാതെ അത് മുന്നോട്ട് ഇത്ര കോടി രൂപ ചെലവഴിച്ചാൽ അതിന് 2229 കോടി രൂപ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ പണം ചോർന്നു. മൂവാറ്റുപുഴ ഇറിഗേഷൻ പ്രോജക്റ്റ്, അതൊരു പഠന വിഷയമാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ, ഇപ്പോഴാണ് അതിൻ്റെ കമ്മീഷൻ ചെയ്ത് പൂർണ്ണമായിട്ടും. എത്ര കോടി രൂപ. അപ്പം നമ്മൾ സമയത്തെക്കുറിച്ച് നമ്മൾ കണക്കാക്കുന്നില്ല എന്നുള്ളത് തന്നെ പ്ലാനിങ്ങിലെ ഏറ്റവും. അത് ടൈം ഈസ് കോസ്റ്റാണ്. ടൈമാണ് കോസ്റ്റ്, സമയമാണ് കോസ്റ്റ്. ആ സമയത്തിനുള്ളിൽ തീർക്കാതെ പോകുന്നു. ഇപ്പം ഞാൻ തൃക്കാക്കര താമസിക്കുന്ന ആളാണ്. 34 വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ ആ സിറ്റി വളർന്നുകൊണ്ടിരിക്കുക. ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു പ്ലാനിങ് വേണമല്ലോ ഇവിടെ. എവിടെ വേണം, ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ എങ്ങനെ ആവണം, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും. അവിടെ ഒരു നല്ല ബസ് സ്റ്റാൻഡ് ഉണ്ട്, 3-4 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. ആ കുഴി അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്ന രീതിയാണ്. ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ അത് പലരും ഉത്തരവാദികളാണെന്ന് പറയേണ്ടി വരും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോവുക. ഒരു പ്ലാനിങ്. ഇപ്പോൾ ഇൻഫോ പാർക്ക് അങ്ങോട്ടൊക്കെ പോകാൻ ഏതാണ്ട് 62,000 ആളുകൾ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. 581 കമ്പനികളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ട്രാഫിക് സംവിധാനമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടൊന്ന് പോകണമെങ്കിൽ സമയത്ത് നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ആരാ റെസ്പോൺസിബിൾ? ആകെ നമുക്ക് ഒരു മോഡലായിട്ട് കണ്ടത് നമ്മുടെ മെട്രോ മാത്രമാണ്. സമയത്തിനുള്ളിൽ തീർക്കുകയും 20 കോടി രൂപ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്യും. അതിന് ഈ ശ്രീധരനെ നമ്മൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അദ്ദേഹം പറഞ്ഞ ടെക്നോക്രാറ്റിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റും. ഇച്ഛാശക്തിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പം ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പലതുണ്ടെങ്കിലും സമയപരിധിക്കുള്ളിൽ തീർക്കാൻ കഴിയാതെ പോകുന്നു. ഇവിടെയൊക്കെ ഗാന്ധിയുണ്ട്. ദുർവ്യയം ഗാന്ധി ഇഷ്ടപ്പെട്ടിരുന്നില്ല. സാമ്പത്തിക ശാസ്ത്രം, പ്ലാനിങ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗാന്ധി ഉദ്ദേശിച്ചു. അതല്ലെങ്കിൽ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാകാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോയൊരു മഹാത്മാവാണ് മഹാത്മാഗാന്ധിയെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു? ഓരോന്നും എടുത്തു നോക്കുക. എവിടെയൊക്കെ ഗാന്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഗാന്ധിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതിലെല്ലാം ഉപരി പ്രിയപ്പെട്ട ബിനുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഒരുപാട് എനിക്ക് സന്തോഷം നൽകുന്നതെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നെ കേൾക്കുവാൻ ഇത്രയും സമയം ചിലവഴിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്.
നിങ്ങളോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.